നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മോതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ എത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്നും MP. വർഷങ്ങളായി രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന എടവിലങ്ങ് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം തടയാൻ മണ്ണ് കൊണ്ട് കടൽഭിത്തി നിർമ്മിച്ച എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി അപഹാസ്യമാണെന്ന് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. മോതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. തുടർച്ചയായുണ്ടാകുന്ന ആനശല്യം തടയാൻ വനംവകുപ്പ് നടപടിയെടുക്കാത്തതിനെതിരെ കോൺഗ്രസ് മോതിരക്കണ്ണിയിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ എത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാട്ടാനക്കൂട്ടം നാശനഷ്ടമുണ്ടാക്കിയ കൃഷിയിടവും MP സന്ദർശിച്ചു. കടം വാങ്ങിയും പലിശക്കെടുത്തും കൃഷി ചെയ്തുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയും മലയോര മേഖല മുഴുവൻ വന്യമൃഗങ്ങളുടെ ശല്യവും അധ്വാനിക്കുന്ന മണ്ണിൽ ജീവിക്കാനാവാത്ത ദയനീയ അവസ്ഥയാണെന്നും യോഗം അധ്യക്ഷനായ സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. വാർച്ചർമാരെയും RRTയെയും ഉപയോഗിച്ച് പ്രദേശത്തെ കാട്ടാനശല്യത്തെ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, പരിയാരം പഞ്ചായത്ത് അംഗം ഡെന്നി ആന്റണി, DCP മെമ്പർ ഡേവിസ് കരിപ്പായി, PP പോളി, CV ആന്റണി, ജോസ് പടിഞ്ഞാക്കര, ലിൻസൺ നടവരമ്പൻ, റാഫി കല്ലുപാലത്തിൽ, സോനു ജോൺസൺ, അന്തോണീസ് തോട്ടിയാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വർഷങ്ങളായി രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന എടവിലങ്ങ് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം തടയാൻ മണ്ണ് കൊണ്ട് കടൽഭിത്തി നിർമ്മിച്ച എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി അപഹാസ്യമാണെന്ന് കോൺഗ്രസ്. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കടൽഭിത്തിയും ജിയോബാഗ് തടയണയും പരാജയപ്പെട്ടിടത്താണ് മണ്ണ് കൊണ്ട് കടൽഭിത്തി കെട്ടി അധികൃതർ ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്ന് എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ഈ ഇനത്തിൽ അനുവദിച്ച 3 ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്നതിന് തുല്യമാണ്. പ്രദേശത്ത് കഴിഞ്ഞ 40 വർഷം മുൻപ് നിർമ്മിച്ച കടൽഭിത്തി തകർന്ന് നാമാവശേഷമാവുകയും 100 കണക്കിന് വീടുകൾ കടലാക്രമണത്തിൽ തകരുകയും ചെയ്തിട്ടും കടൽഭിത്തി പുനർനിർമ്മിക്കാൻ കഴിയാത്തത് ജനപ്രതിനിധികളുടെയും സർക്കാരിൻ്റെയും വീഴ്ചയാണ്. കരിങ്കല്ല് കിട്ടാത്തതുകൊണ്ടാണ് കടൽഭിത്തി പുനർനിർമ്മിക്കാത്തതെന്ന വാദം ബാലിശമാണ്. ചെല്ലാനം മാതൃകയിൽ കോൺക്രീറ്റ് നിർമ്മിത ടെട്രോപാഡുകൾ ഉപയോഗിച്ച് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. അത്തരത്തിൽ ഒരു ശ്രമവും നടത്താതെ തീരദേശ ജനതയെ സർക്കാർ വഞ്ചിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ടെട്രോപാഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിച്ച് എടവിലങ്ങ് പഞ്ചായത്തിന്റെ തീരദേശത്തെ കടലാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ ശാശ്വത നടപടി സ്വീകരിക്കുവാൻ സ്ഥലം MLA തയ്യാറാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മുരിയാട് AUP സ്കൂളിൽ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തി. വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനവും പ്രക്രിയകളും എളുപ്പത്തിൽ മനസ്സിലാക്കും വിധമായിരുന്നു സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് നടത്തിയത്. വിദ്യാലയത്തിലെ 4 വിദ്യാർത്ഥികൾ സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചു. രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പുകൾക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന പെരുമാറ്റച്ചട്ട മാതൃക സ്കൂൾ അധികൃതർ വിദ്യാലയ അങ്കണത്തിൽ ഒരുക്കി. മോക്ക് പോളും തിരിച്ചറിയൽ രേഖയും ഇലക്ട്രോണിക് ഉപകരണവും വരെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തി. പ്രീസൈഡിംഗ് ഓഫീസറായി രാമചന്ദ്രൻ ചുമതലപ്പെടുത്തി. 152 വിദ്യാർത്ഥികളായിരുന്നു വിദ്യാലയത്തിൽ വോട്ടർമാരായി ഉണ്ടായിരുന്നത്. കള്ളവോട്ട് തടയുന്നതിനായി വിരലുകളിൽ മഷി പുരട്ടലും ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യവും കുട്ടികൾക്ക് കൗതുകമായി. വോട്ടിംഗ് ആപ്ലിക്കേഷൻ മുഖേന ലാപ്ടോപ്പാണ് ഇലക്ട്രോണിക് മെഷീനായി ഒരുക്കിയത്. 11 മുതൽ 12 മണിവരെ വോട്ടിംഗ് നടന്നു. ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത് ഫലപ്രഖ്യാപനം നടത്തി. 7ാം ക്ലാസ് വിദ്യാർത്ഥി ധനേഷ് കൃഷ്ണ 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പ്രത്യേകം ചേർന്ന സ്കൂൾ അസംബ്ലിയിൽ പ്രധാന അധ്യാപിക ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി ധനേഷ് കൃഷ്ണ സ്കൂൾ ലീഡറായി സ്ഥാനമേറ്റു. 36 വോട്ടുകൾ നേടിയ ശ്രീബാലയും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റു. മാരക മയക്കുമരുന്നായ MDMAയുമായി പുല്ലൂറ്റ് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. പുല്ലൂറ്റ് KKTM കോളേജ് ഗ്രൗണ്ട് പരിസരത്ത് നിന്നാണ് 1.5 ഗ്രാം MDMAയുമായി 2 യുവാക്കളെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ചാപ്പാറ അറക്കപ്പറമ്പിൽ അജിത് കുമാർ, കോട്ടപ്പുറം എടപ്പള്ളി മാലിക് എന്നിവരെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ സി ബ്രാഞ്ച് DYSP മുരളീധരൻ, കൊടുങ്ങല്ലൂർ DYSP സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ISHO ശശിധരൻ, SI സജിനി, തൃശൂർ റൂറൽ
ഡാൻസ് ഓഫ് SI പ്രദീപ്, SCPOമാരായ ലിജു ഇയാനി, MV മാനുവൽ, നിഷാന്ത്, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ SCPO ഗോപകുമാർ, ഗിരീഷ്, വിഷ്ണു എന്നിവരും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിയാണ് പ്രതികൾ MDMA എറണാകുളത്തു നിന്നും കൊണ്ടുവന്നത്. MDMA കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. പിടിയിലായ പ്രതികൾ രണ്ടുപേരും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡികളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളുമാണ്. മാള ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് യൂണിഫോമും ട്രോളിയും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉപയോഗിച്ചാണ് ട്രോളി നമ്മൾ മേടിച്ചത്. അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് യൂണിഫോമും ഏറെ മാസങ്ങളായി നമ്മളത് ഓർഡർ കൊടുത്ത് വാങ്ങിച്ച് തയ്പ്പിച്ചൊക്കെ ഇവിടെ വെച്ചു. അപ്പം നമുക്ക് പെരുമാറ്റച്ചട്ടം കാരണമാണ് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കാനത്. അതേപോലെ യൂണിഫോമുണ്ട്, തൊപ്പിയുണ്ട്, മഴക്കോട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ആ അംഗങ്ങളെ മാള പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലേക്ക് നയിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് എല്ലാം തരംതിരിച്ചുകൊണ്ടെടുത്ത് നമ്മളുടെ പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടം കഴിഞ്ഞ് നമ്മൾ 3ാം ഘട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സാബു പോൾ, രഘു, ജോർജ് നെല്ലിശ്ശേരി, സിനി ബെന്നി, പ്രീജ സലീം, അമ്പിളി സജീവ്, ഉഷ ബാലൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മുതിരക്കണ്ണിയിൽ കാട്ടാന നാശനഷ്ടം വരുത്തിയ കർഷകർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. നാശനഷ്ടത്തിന്റെ കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ എത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്നും MP. വർഷങ്ങളായി രൂക്ഷമായ കടൽക്ഷോഭം അനുഭവപ്പെടുന്ന എടവിലങ്ങ് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് കടലാക്രമണം തടയാൻ മണ്ണ് കൊണ്ട് കടൽഭിത്തി നിർമ്മിച്ച എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരുടെ നടപടി അപഹാസ്യമാണെന്ന് കോൺഗ്രസ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.